ഇത് പറയുമ്പോ ബാക്കിലുള്ള മാമുമെന്തായി ഓതുന്നത്? ഓന്ന് പതുക്കെ ഫാത്തിഹ ഓതാണെങ്കിൽ മാലിക് യൗമിദ്ദീൻ അല്ലാഹു അക്ബർ. എല്ലാ റക്അത്തിലും ഓ മസ്ബൂക്കാണ്. എല്ലാ റക്അത്തിലും ഇമാമിന്റെ കൂടെ മുവാഫിഖല്ല, മസ്ബൂക്കാ. കാരണം ഫാത്തിഹയ്ക്ക് വിശാലമായ ഒരു സമയം കിട്ടീനോ? എവിടെ കിട്ടുന്നത്? ഫാത്തിഹ അങ്ങനെ ഔല് കേൾക്കുമ്പോൾ അങ്ങനെ കുത്തിക്കേക്കല, മട്ടത്തിൽ ഓതണ്ടേ? അതിനൊരു സമയം ശരിക്കും കിട്ടുന്നില്ല. അപ്പൊ ഓന്റെ ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിക്കാൻ. ഇനി ഇമാമിന്റെ ശരിയായിരിക്കലല്ലേ പിന്നെ ഏറ്റെടുക്കുള്ളൂ. ഇമാമിന്റെ തന്നെ ശരിയില്ല, പിന്നെ ഇത് എവിടുക്ക ഏറ്റെടുക്കണത്? തള്ളിയാണ് പോകുന്നത്, ലാപ്സായി പോകും, ഒരു കാര്യമില്ല. അപ്പൊ ഈ മെനക്കെടുന്ന പണിയിൽ കിട്ടണമെങ്കിലേ അതിന്റെ അധ്വാനം ഉണ്ട്. ഞാൻ ദ്വീപിൽ പോയപ്പോ ദ്വീപേർ എന്നോട് പറഞ്ഞു, ഇവിടൊക്കെ സാധാരണ അലന്തറ കൈഫ് ഓതും, രണ്ടാമത്തെ റക്അത്തിൽ കുൽഹുവല്ല ഓതും, പിന്നെ മൂന്നാം റക്അത്തിൽ ലീലാഫി ഓതും, നാലാം റക്അത്തിൽ കുൽഹുവല്ല, 10 കുൽഹുവല്ല ഓതും. അതിനപ്പുറത്ത് അലന്തറ മുതൽ ലാസ്റ്റ് വരെ 10 സൂറത്താണല്ലോ, അങ്ങനെ 10. എന്നോട് ഇമാമുക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ ആ കുല്ലുള്ള ആവർത്തിക്കണം, എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ നേർച്ചക്ക് ആവർത്തിച്ചോളി. ഞാൻ വല്ലോഹ മുതൽ താഴോട്ടുണ്ട് പോകും, അതിന് സൗകര്യമുള്ളൊരു കൂടിക്കോളി, അല്ലാത്തൊരു പൊയ്ക്കൂടി. ഒറ്റൊന്നും പോയില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ആ സ്പീഡിൽ പോകുന്ന കുൽഹുവല്ലി മലന്തറി ഓതിയിട്ട് നിങ്ങൾ ആരോ ഫാത്തിഹ ഓതലുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഫാത്തിഹ ഓതലെന്നല്ല, കാരണം ഞങ്ങളെ ഫാത്തിഹയൊക്കെ ഇമാമിനെ ഏൽപ്പിക്കലാ. അവര് പറഞ്ഞോട് ശരിയാണ് പറയുന്നത്, ഇമാമിനെ ഏൽപ്പിക്കലാണ്. അതെങ്ങനെ? ഒന്നാം റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാം റുക്കൂ പോയി, ഇയാൾ റുക്കൂ പോയി, ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിച്ചു. രണ്ടാം റക്അത്തിൽ ഇയാളിങ്ങനെ എണീറ്റ് സുജൂദ് കഴിഞ്ഞ ആളിങ്ങനെ എണീറ്റ് വന്ന് ഇയാളിങ്ങനെ പതുക്കെ ഫാത്തിഹ ഇങ്ങനെ ഓതി പോതിയാകുമ്പോഴേക്കും ഇമാം റുക്കൂ പോയി, പിന്നെ ഇയാളും പോയി. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിച്ചു. ഇമാമിന്റെ ഫാത്തിഹ ശരിയല്ല, അപ്പൊ ഇയാളെ ഫാത്തിഹ ഏറ്റെടുക്കാൻ ആരുമില്ല. 4 കൊത്തലായി. അങ്ങനെ ആലോചിച്ചു നോക്കി. ഇജാതി പരിപാടിയുള്ള ഒരു കാര്യമില്ല. നിസ്കരിക്കണതിന് മട്ടത്തിൽ നിസ്കരിക്കണം. അല്ലാഹു തആലാനെ പൊരുത്തം വിചാരിച്ച് സൂക്ഷ്മതയോടെ നിസ്കരിക്കണം. ആ റമളാനിൽ 20 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു പാവം പുറത്തിട്ടില്ലാണ്, പിന്നെ അപ്പണിക്ക് നിൽക്കേണ്ടിയിരുന്നു. എന്നാ പിന്നെ വേറെ ആർക്കെങ്കിലും പോയിട്ട് ഒരു പാടം കൊത്തി കൊടുത്തിട്ടാണെങ്കിൽ ഒരു കൂലി ചെയ്യുന്നു. അള്ളാഹിനും കൂലിട്ടും ഓർക്കും കൂലിട്ടും. എന്തിനാണ് ഈ പണി? അതുകൊണ്ട് ഇഹ്തിസാബൻ, പ്രതിഫലം കാംക്ഷിച്ച് എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോ തന്നെ നമ്മൾ ക്ലോക്കൊക്കെ നോക്കണ ഓരോരുത്തരെ 8:30 അല്ലാഹു അക്ബർ. 2 റക്അത്തിന് സലാം വീട്ടി പിന്നെ നോക്കുക 8:35. 2 റക്അത്തിന് 5 മിനിറ്റ്. 2 റക്അത്തിന് 5 മിനിറ്റ് ആവുമ്പോ 10 റക്അത്തിന് എത്ര മിനിറ്റ് ആവും? എത്ര മിനിറ്റ് ആവും? 50 മിനിറ്റ്. അപ്പൊ 20 റക്അത്തിന് എത്ര മിനിറ്റ് ആവും? 100 മിനിറ്റ്. എത്ര മണിക്കൂറായത്? 1 മണിക്കൂറും 40 മിനിറ്റ്. 1 മണിക്കൂറും 40 മിനിറ്റും തറാവീഹ്